പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹ്യൂമാനിറ്റീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറായ ഹിസ്റ്ററി കോഡ് നമ്പർ 315ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 ഒക്ടോബറിൽ നടന്ന എക്സാമിന്റെ 2 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലാണ്, പിന്നീട് ഒക്ടോബറിൽ നടന്നു. ഇനി വരാൻ പോകുന്നത് 2025 ഏപ്രിലാണ്. അപ്പൊ 2024 നടന്ന 2 എക്സാമിന്റെ മാതൃകയിലാണ് 25ലെ എക്സാം നടക്കുന്നത്. കഴിഞ്ഞ 2024 ഏപ്രിലിന്റെ ഹിസ്റ്ററിയുടെയും എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഒക്ടോബറിന്റെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. മൊത്തം നമുക്ക് 60% സിലബസ് മാത്രം കവർ ചെയ്താൽ മതി. മൊത്തം പാഠഭാഗത്തിന്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി ഒരു 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ 2 മാർക്കിന്റെയാണ്. കഴിഞ്ഞ പോയ വീഡിയോയിൽ 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. നമ്മൾ ബോർഡിൽ എഴുതി, ഇംഗ്ലീഷിൽ എഴുതി, അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുകയാണ്. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഗൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഷയത്തിന്റെയും ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് 36ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ പ്രൈമറി എക്കണോമിക്, പ്രാഥമികമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനം ഓഫ് ദി ഇയർലി വേദിക് ആര്യൻസ് ഡിഫർ ഫ്രം ലേറ്റർ. ഏർലി ആര്യനിൽ നിന്ന് ലേറ്റർ വേദിക്കായിട്ടുള്ള ആളുകൾ എത്രത്തോളം സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ 13ാമത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലേറ്റർ വേദിക് കാലഘട്ടത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 11ാമത്തെ ചോദ്യം എന്താണ്, ഏർലി വേദിക് പീരിയഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. 2 മാർക്കിനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 2ൽ നിന്നും കുറച്ച് ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. ഈ ഏർലി വേദിക് പീരിയഡ് എന്ന് പറയുന്നത് പൂർവ്വ വൈദിക കാലഘട്ടമാണ്. പൂർവ്വ വൈദിക കാലത്തെ വേദ കാലഘട്ടം എന്ന് വിളിക്കാറുണ്ട്. ആദിക കാലഘട്ട വേദ സമൂഹം ഒരു ഇടയ സമൂഹമായിരുന്നു. കന്നുകാലി വളർത്തലായിരുന്നു പ്രധാന തൊഴിൽ. ഈ സമൂഹം മുഖ്യമായും ഉപജീവനത്തിന് ആശ്രയിക്കുന്ന മൃഗസമ്പത്തിനെയാണ്. കാർഷിക ഉൽപാദനത്തിനല്ല. പശു എന്ന പദത്തിൽ ആട്, ചെമ്മരിയാട്, കുതിര എന്നിങ്ങനെ എല്ലാ മൃഗസമ്പത്തും ഉൾപ്പെടുത്തുന്നുണ്ട്. രക്തബന്ധമുള്ള ഗ്രൂപ്പുകളെ ഗോത്രം എന്ന് വിളിച്ചിരുന്നു. കന്നുകാലിക്ക് വർധനയ്ക്ക് വേണ്ടി സമൂഹം പ്രവർത്തിച്ചിരുന്നു. പുരോഹിതന്മാര് അവരുടെ സേവനത്തിന്റെ പ്രതിഫലമായി നൽകുന്നത് കന്നുകാലികളാണ്. ഇത്രയും നമ്മളൊരു 1 മാർക്കിനനുസരിച്ചിട്ട് ഏർലി വേദിക് ഏജിനെ കുറിച്ച് ചെയ്താൽ. ഇതേപോലെ തന്നെ ലേറ്റർ വേദിക് ഏജ് എന്ന് പറയുന്നത് ഉത്തരവേദ കാലഘട്ടമാണ്. BC 1000 മുതൽ BC 600 വരെയുള്ള ഉത്തരവേദ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ വേദിക സമൂഹത്തിൽ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, മതപരമായ കാര്യങ്ങളിൽ വമ്പിച്ച മാറ്റം ഉണ്ടായി. കിഴക്കോട്ടുള്ള വ്യാപനം ഉണ്ടായി. സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായി. സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയ സംവിധാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. മതപരമായ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. 2 മാർക്കിന് നമ്മൾ ഇത്ര മതി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 37ാമത്തെ ചോദ്യം, എക്സാമിന് 8 മാർക്കറ്റ് റെഗുലേഷൻ ഓഫ് അലാവുദ്ദീൻ ഖിൽജിയുടെ 2 കമ്പോള പരിഷ്കാരങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. 12ാമത്തെ ചാപ്റ്ററിൽ ഇത് കൊടുത്തിട്ടുണ്ട്. 9ാമത്തെ ചാപ്റ്ററിലും പറയുന്നുണ്ട്, 12ാമത്തെ ചാപ്റ്ററിലും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ 12ാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം. ഗൈഡിൽ നമുക്ക് പേജ് നമ്പർ 112 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 മാർക്കിനാണ്. ഡൽഹി സുൽത്താനന്മാരിൽ ആദ്യമായി ശക്തമായ രീതിയിലുള്ള ഒരു കമ്പോള പരിഷ്കാരം ആവിഷ്കരിച്ച ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. 3 പ്രധാന പരിഷ്കാരങ്ങളാണ്. ഒന്ന്, മംഗോളിയൻ ആക്രമണത്തെ നേരിടാനുള്ള യുദ്ധസന്നാഹത്തിന്റെ ഭാഗമായി ഈ നടപടികൾ സ്വീകരിച്ചു. 2, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും വരവോടെ രാജ്യത്തെ സാമ്പത്തിക മേഖല വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചു.
3. അലാവുദ്ദീൻ സൈനികർക്ക് അധിക ശമ്പളം നൽകിയിരുന്നില്ല. ഈ സൈനികർക്ക് തുച്ഛമായ വേതനത്തിലൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. 3 പരിഷ്കാരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് അറിയാത്തവരാണ് എക്സാമിൻ ദി ചലഞ്ചസ് വേർഡ് ബൈ ദി റസിയ സുൽത്താനത്താണ്. റസിയ സുൽത്താനത്തിന്റെ ഭരണകാലഘട്ടത്തിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതിന്റെ ആൻസർ നമുക്ക് 9ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഗൈഡിൽ നമുക്ക് 87ാമത്തെ പേജിൽ പറയുന്നുണ്ട്. റസിയ സുൽത്താനത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഏക മുസ്ലിം വനിതയാണ് സുൽത്താൻ റസിയ. ഇൽത്തുമിഷിന്റെ ഭരണത്തെ തുടർന്ന് ഏതാണ്ട് 1 ദശലക്ഷം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അസ്ഥിരതയായിരുന്നു. തന്റെ പിന്തുടർച്ചാവകാശത്തെ കുറിച്ച് അവസാന നാളുകളിൽ സുൽത്താൻ അസ്വസ്ഥനായി. തന്റെ പുത്രന്മാർ കഴിവില്ലാത്തവരാണെന്ന് മനസ്സിലാക്കിയ ഇൽത്തുമിഷ് മകളായ റസിയെ പിന്തുടർച്ചാവകാശിയാക്കാൻ നിശ്ചയിച്ചു. എന്നാൽ അധികാരത്തിൽ എത്തിയപ്പോൾ റസിയക്ക് സ്വന്തം സഹോദരന്മാരോടും പ്രഭുക്കന്മാരോടും മത്സരിക്കേണ്ടി വന്നു. 40 അംഗം അഥവാ ചഗൽ ഖാനി എന്നറിയപ്പെടുന്ന തുർക്കി പ്രഭുക്കന്മാരും രാജാധികാരവും തമ്മിലുള്ള സംഘടിത റസിയയുടെ ഭരണകാലം സാക്ഷ്യം വഹിച്ചു. ഇൽത്തുമിഷ് പ്രഭുക്കന്മാരെ വളരെ ആദരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അഹങ്കാരികളായ പ്രഭുക്കന്മാർ തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും ഭരണാധികാരിയാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി 39ാമത്തെ ചോദ്യമാണ്. മെൻഷൻ എനി 2 ആസ്പെക്ട് അസോസിയേറ്റഡ് വിത്ത് ദി റൈസ് ഓഫ് എക്കണോമിക് നാഷണലിസം. 19ാം നൂറ്റാണ്ടില് സാമ്പത്തികപരമായ ദേശീയത വളരാൻ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഇത് നമുക്ക് ദേശീയത എന്ന് പറയുന്ന ഒരു നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. 20ാമത്തെ ചാപ്റ്റർ ഗൈഡിൽ നമുക്ക് 170ാമത്തെ പേജിൽ നമ്മൾ പറയുന്നുണ്ട്. പലതരത്തിലുള്ള കൾച്ചറൽ നാഷണലിസം വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്കണോമിക് നാഷണലിസം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എക്കണോമിക് നാഷണലിസം ആണ്. ദാദാഭായ് നവറോജി, RC ദത്ത് തുടങ്ങിയ നേതാക്കന്മാർ സാമ്പത്തിക ദേശീയയുടെ വളർച്ചക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇത്തരം ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യ കൊടിയ ദാരിദ്ര്യത്തെ തുടർന്നതിന് കാരണമെന്നും മനസ്സിലാക്കി. ഈ കാഴ്ചപ്പാടാണ് സാമ്പത്തിക ദേശീയയുടെ വളർച്ചയ്ക്ക് വഴി തുറന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, GV ജോഷി തുടങ്ങിയ എല്ലാ തലമുറയിൽപ്പെട്ട നേതാക്കന്മാർ വ്യാപകമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അയച്ചുവിട്ടു. കോളനി ഭരണം പല രീതിയിൽ ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്ന് ഈ നേതാക്കൾ ഊന്നി പറഞ്ഞു എന്നുള്ളതാണ്. ഇത്ര മതി, 2 മാർക്ക്. ഇനി ലാസ്റ്റ് ചോദ്യം. അനലൈസ് ദ മെയിൻ ഔട്ട്കം വേൾഡ് വാർ ഫസ്റ്റ്. 1ാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട റിസൾട്ട്, ഔട്ട്കം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് നമുക്ക് 23ാമത്തെ പേജിലുണ്ട്. ഗൈഡിൽ നമുക്ക് 192ാമത്തെ പേജിലാണ് വരുന്നത്. സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ് തുടങ്ങിയ ഏതാനും രാജ്യങ്ങളിലൊഴികെ മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും തന്നെ ലോകവ്യാപകമായ യുദ്ധത്തിൽ പങ്കുചേർന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സാമ്രാജ്യവൽക്കരണത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന മറ്റു പല യൂറോപ്യതര രാഷ്ട്രങ്ങൾക്കും ഇതിൽ പങ്കെടുക്കേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്രകാരം ലോക രാഷ്ട്രങ്ങളും യുദ്ധത്തിൽ ഇറങ്ങുന്നത്. അതുപോലെ ആദ്യമായിട്ടായിരുന്നു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിൽ പങ്കെടുത്ത 70 ദശലക്ഷത്തോളം സൈനികർ 13 ദശലക്ഷത്തോളം കൊല്ലപ്പെട്ടു. 20 ദശലക്ഷം ആളുകൾ വികലാംഗരായി തീർന്നു. യുദ്ധത്തിന്റെ ഫലമായി സാമ്പത്തിക നാശനഷ്ടങ്ങൾ ഉണ്ടായി. ധാരാളം രാഷ്ട്രങ്ങൾ സാമ്പത്തിക കടക്കണിയിലായി. ജനങ്ങളുടെ നികുതി ഭാരം വളരെ വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ഇതാക്കി. യൂറോപ്പിന്റെ ഭൂപടം യുദ്ധം മൂലം മാറ്റിമറിക്കപ്പെട്ടു. പല രാജ്യങ്ങളും ജനാധിപത്യത്തിന് വഴിമാറി. ആസ്ട്രിയയും ഹംഗറിയും വേറെ രാഷ്ട്രമായി തീർന്നു. പല പുതിയ രാജ്യങ്ങളും നിലവിൽ വന്നു. യുദ്ധം മൂലം ആസ്ട്രിയ ശിഥിലീകരണമായി. റഷ്യയിൽ സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് നിലവിൽ വന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയൻ 2 ലോകശക്തികളായി നിലവിൽ വന്നു. യുദ്ധാനന്തര യൂറോപ്പിന്റെ ശക്തി ക്ഷയിക്കുകയും തലസ്ഥാനത്ത് കോളനികളിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം ഫാസിസ്റ്റ് ആശയങ്ങൾ വളർന്നു വന്നു. യുദ്ധം ഫ്യൂഡൽ പ്രഭുവർഗത്തിന്റെ ഉന്മൂലനാശത്തിന് കാരണമായി. ഇത്രയും വേണ്ടി ഇതിനെ ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ചോദിക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈൻ പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് നമ്മൾ ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
9037114679. Okay, thank you.